നമുക്കറിയാം, ഫുട്ബോൾ പ്രേമികളുടെ നാടാണ് മലപ്പുറം എന്ന് പറയുന്നത്. ഫുട്ബോളിനെ ഇത്രയധികം സ്നേഹിക്കുന്ന, ഫുട്ബോളിനെ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന, ഫുട്ബോളിനെ ഒരു ഉത്സവമായി കണ്ടുകൊണ്ട് അതിനത്രത്തോളം ആസ്വദിക്കുന്ന ഒരു ജനത എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് മലപ്പുറംകാർ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം അവർ ഓരോ ഫുട്ബോൾ മത്സരങ്ങളെയും അത്രത്തോളം ആവേശത്തിലാണ് അവർ നോക്കിക്കാണുന്നത്. അവരുടെ നാടുകളിൽ, നാട്ടിൻപുറങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ഫുട്ബോൾ മത്സരങ്ങൾ നടക്കാറുണ്ട്. ആ ഓരോ ഫുട്ബോൾ മത്സരങ്ങളെയും അവരൊരു ആവേശത്തോടുകൂടി ഉത്സവം പോലെ കണ്ടുകൊണ്ട് ആസ്വദിക്കുകയാണ്. ഫുട്ബോളിനെ അത്രമേൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ നിന്നും മികവുറ്റ ഫുട്ബോൾ താരങ്ങളെയും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഫുട്ബോൾ മത്സരങ്ങളിൽ വളരെയധികം പ്രധാനമായിട്ടുള്ള ഒന്നാണ് അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത്. മികച്ച രീതിയിൽ വളരെയധികം മനോഹരമായി കൊണ്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോ ദൃശ്യങ്ങളും ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. മനോഹരമായ വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് മനോഹരമായ ശബ്ദത്തിൽ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ വീഡിയോകൾ, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള മനോഹരമായ ഈ അനൗൺസ്മെൻറ്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ ആവേശത്തോടു കൂടി കേട്ടിരുന്നു പോകും. അത്രമേൽ മനോഹരമായിരിക്കും. അവർ ഉപയോഗിക്കുന്ന ആ ഒരു ശൈലിയും വാക്കുകളുമൊക്കെ അത്രമേൽ ഭംഗിയുള്ളതായിരിക്കും. ഞാനിത് പറഞ്ഞു വരുന്നത്, മനോഹരമായ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആ ഒരു അനൗൺസ്മെൻറ്റ് വൈറൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എങ്ങും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഈ സഹോദരൻ നടത്തുന്ന ഈ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ വീഡിയോ നമ്മുടെ രാജ്യത്ത് കടന്നു കയറി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊന്നൊടുക്കിയ തീവ്രവാദികൾക്കെതിരെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹരമായ മതസൗഹാർദ്ദത്തെയും ആ ഒരു സ്നേഹത്തെയും ആ സഹോദരൻ വളരെയധികം മനോഹരമായി കൊണ്ട് തന്നെ ആ അനൗൺസ്മെൻറ്റിലൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ സഹോദരൻ്റെ ആ ഒരു മനോഹരമായ ശബ്ദത്തിൽ ആ ഒരു അനൗൺസ്മെൻ്റ് ഇങ്ങനെ കേൾക്കുമ്പോൾ വേദിയിലുണ്ടായിരുന്നവരെല്ലാം നിശബ്ദരായിക്കൊണ്ട് കാതുകുറിപ്പിച്ച് വളരെയധികം അവരെല്ലാവരും ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വി ആർ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു ഫ്ലക്സ് ബോർഡൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചകളും കാണാൻ സാധിച്ചു. ഏതായാലും നമുക്ക് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. അധർമ്മത്തിന്റെ പാകിസ്ഥാനികൾ അറിയുക, മറക്കില്ല പുറക്കില്ല ഈ ദുനിയാവിൽ ഒരിക്കലും ആ കൊടും ക്രൂരതയുടെ ചോരപ്പാടുകൾ. ഇത് ഇന്ത്യയാണ്. പാപമോചനത്തിന്റെ നിറവിധി തേടി അയ്യപ്പന്റെ തിരുനടയിലേക്ക് മലചവിട്ടാൻ പോയ സുഹൃത്തിന്റെ അറവണ കാത്തിരിക്കുന്ന മുസൽമാന്റെ ഇന്ത്യ. പടച്ചറത്തെ നടയടച്ചോ എന്ന് ചോദിക്കുന്ന ഹൈന്ദവന്റെ ഇന്ത്യ. മഞ്ഞു പെയ്യുന്ന ഡിസംബറിന്റെ ക്രിസ്മസ് രാവുകളിൽ നക്ഷത്രങ്ങൾ പൂക്കുന്ന പുൽക്കൂടൊരുക്കുന്ന ഹൈന്ദവന്റെയും മുസൽമാന്റെയും ഇന്ത്യ. ഈ ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിച്ച് പാകിസ്ഥാൻ ഭീകരർ കൊന്നു തള്ളിയ അനേകം അമ്മമാരുടെയും അനേകം സഹോദരന്മാരുടെയും അനേകം കുഞ്ഞു പൈതലുകളെയും മാതൃരാജ്യത്തിനു വേണ്ടി കരൾച്ചോര പകർത്തു നൽകിയ വീരമൃത്യു മരിച്ച അനേകം ധീരജവാന്മാരുടെയും ഓർമ്മകളുടെ ഓരങ്ങളിലേക്ക് 1000 സ്നേഹപൂക്കൾ സമർപ്പിച്ചുകൊണ്ട് ഈ ടൂർണമെന്റിന്റെ ഫൈനൽ പോരാട്ടത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. കണ്ടില്ലേ, ഇതാണോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന ആ ഒരു അനൗൺസ്മെന്റ് വീഡിയോ? എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു അനൗൺസ്മെന്റ് ആ സഹോദരൻ നടത്തിയത്. ഈ സഹോദരന്റെ പേര് എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ആ സഹോദരൻ അനൗൺസ്മെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കാണികൾ, അവർ ദ നേഷൻ ഓഫ് യൂണിറ്റി, അതോടൊപ്പം വി ആർ ഇന്ത്യൻസ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ ഇങ്ങനെ അവർ ഉയർത്തിപ്പിടിക്കുകയാണ്. നോക്കി, എത്ര മനോഹരമാണ് ഈ ഒരു കാഴ്ച കാണാൻ. UCSL വെട്ടത്തൂർ സംഘടിപ്പിച്ച ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരത്തിനിടയിലാണ് രാജ്യസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കമൻ്ററി അപ്രതീക്ഷിതമായി എത്തിയത്. ആ ഒരു കമൻ്ററി കേട്ട ഉടൻ തന്നെ ഗാലറി മൊത്തം നിശബ്ദമായി മാറി. എല്ലാവരും വികാര നിർഭരമായിട്ടായിരുന്നു ആ സഹോദരൻ്റെ ആ ഒരു മനോഹരമായ കമൻ്ററി ഇങ്ങനെ കേട്ടിരുന്നത്. ആ സഹോദരൻ്റെ കമൻ്ററി ഇങ്ങനെയാണ്: മറക്കില്ല പൊറുക്കില്ല ഈ ദുനിയാവിലൊരിക്കലും ആ കൊടും ക്രൂരതയുടെ ചോരപ്പാടുകൾ. ഇത് ഇന്ത്യയാണ്. പാപമോചനം തേടി അയ്യപ്പന്റെ തിരുനടയിലേക്ക് മലചവിട്ടാൻ പോയ സുഹൃത്തിന്റെ അരവണ കാത്തിരിക്കുന്ന മുസൽമാന്റെ ഇന്ത്യ. പടച്ചുറബെ നടയടച്ചോ എന്ന് ചോദിക്കുന്ന ഹൈന്ദവന്റെ ഇന്ത്യ. മഞ്ഞു പെയ്യുന്ന ഡിസംബറിന്റെ ക്രിസ്മസ് രാവുകളിൽ നക്ഷത്രങ്ങൾ പൂക്കുന്ന പുൽക്കൂടൊരുക്കുന്ന ഹൈന്ദവന്റെയും മുസൽമാന്റെയും ഇന്ത്യ. ഈ ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിച്ച് പാകിസ്ഥാൻ ഭീകരർ കൊന്നുതള്ളിയ അനേകം അമ്മമാരുടെയും അനേകം സഹോദരന്മാരുടെയും അനേകം കുഞ്ഞു പൈതലുകളുടെയും മാതൃരാജ്യത്തിനായി കരൽച്ചോര പകത്തു നൽകിയ
വീരമൃത്യു വരിച്ച അനേകം വീരജവാന്മാരുടെയും ഓർമ്മകളുടെ ഓളങ്ങളിലേക്ക് 1000 സ്നേഹപ്പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് ഈ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ പോരാട്ടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കം കുറിക്കുന്നു. നമുക്കറിയാം, കാലാകാലങ്ങളായി മുസ്ലിം സഹോദരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പല ഇസ്ലാമിക വിരുദ്ധരും പല രീതിയിലുള്ള വർഗീയതകളും അതോടൊപ്പം പലതരത്തിലുള്ള ആക്ഷേപങ്ങളുമൊക്കെ നടത്താറുണ്ട്. PC ജോർജ് പോലും പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ എല്ലാ മുസ്ലിമീങ്ങളും തീവ്രവാദികളാണ് എന്ന്. ഈ കമൻ്ററി ഒരുപക്ഷെ പല സംഘികളെയും വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവും, വല്ലാതെ നാണം കെടുത്തിയിട്ടുണ്ടാകും. കാരണം സംഘപരിവാറിൻ്റെയും അതോടൊപ്പം ഇസ്ലാമിക വിരുദ്ധരുടെയും കാലാകാലങ്ങളായുള്ള ഒരു അജണ്ടയുണ്ട്. ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുക എന്നുള്ളത്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മതങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് വർഗീയതയും വിദ്വേഷവും പറഞ്ഞു പരത്തി പരസ്പരം തമ്മിൽ തല്ലിപ്പിക്കാനുള്ള അവരുടെ ഗൂഢതന്ത്രങ്ങൾ. അത്തരം ഗൂഢതന്ത്രങ്ങളെയെല്ലാം ഇത്തരം മനോഹരമായ സംഭവങ്ങളിലൂടെ തകർത്ത് കളയുകയാണ്. അത് ഇസ്ലാമിക വിരുദ്ധരുടെ നടക്കാതെ പോകുന്ന സ്വപ്നം മാത്രമാണ്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇവിടെ എല്ലാ ജനതയും, ഹൈന്ദവരും ക്രൈസ്തവരും മുസൽമാനും എല്ലാവരും സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുക തന്നെ ചെയ്യും. ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇസ്ലാമിൻ്റെ ഭാഗത്താണ് തെറ്റെന്നും ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും തീവ്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് ആരിഫ് ഹുസൈൻ അടക്കമുള്ള പല ഇസ്ലാമിക വിരുദ്ധരും രംഗത്ത് വരികയുണ്ടായി. ഇന്ത്യയിലെയും കശ്മീരിലെയും മുസ്ലിമീങ്ങളെപ്പോലും ഈ ഭീകരവാദികൾ നടത്തിയ ഒരു ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ആക്ഷേപങ്ങളും കളിയാക്കലുകളും കൊണ്ട് അവരെ പരിഹസിക്കുകയുണ്ടായി. ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ രാജ്യസ്നേഹത്തെ അവർ ചോദ്യം ചെയ്യപ്പെട്ടു. നോക്കൂ, ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യപ്പെടാൻ ഇവിടെ ആർക്കാണ് അവകാശം? ആർക്കും അവകാശമില്ല. ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ, തിരിച്ചുപിടിക്കാൻ ഒരുപാട് രക്തസാക്ഷികളായ മുസ്ലിം സഹോദരങ്ങൾ കടന്നുപോയ മണ്ണാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി രക്തസാക്ഷികളായിട്ടുണ്ട് എന്ന് ഇത്തരം വർഗീയവാദികൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ബ്രീഫിംഗ് വാർത്താമാധ്യമങ്ങൾക്ക് മുമ്പ് നടത്തിയ സോഫിയ ഖുറേഷിക്ക് നേരെ പോലും ഒരു സംഘിയായ BJPയുടെ മന്ത്രി വളരെയധികം മോശമായി കൊണ്ട് വർഗീയ പരാമർശം നടത്തുകയുണ്ടായി. തീവ്രവാദികളുടെ സഹോദരി എന്നായിരുന്നു സോഫിയ ഖുറേഷിയെ വർഗീയവാദി വിശേഷിപ്പിച്ചത്. നോക്കൂ, സോഫിയ ഖുറേഷി ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള പഴിചാരലുകൾ ആ സഹോദരിക്ക് കേൾക്കേണ്ടി വന്നത്. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു മുസ്ലിം പേരാണെങ്കിൽ, അവനൊരു മുസ്ലിമാണെന്നുണ്ടെങ്കിൽ അത് താഴെത്തട്ടിലുള്ളവനായിരിക്കട്ടെ, ഏത് തലപ്പത്തിരിക്കുന്ന ഏതു വലിയ ഉദ്യോഗസ്ഥനായിക്കൊള്ളട്ടെ, അവനെ വർഗീയവാദിയെന്നും തീവ്രവാദിയെന്നും വിളിക്കുന്ന ഒരു പ്രവണത കാലാകാലങ്ങളായി സംഘപരിവാർ ചെയ്തു വരാറുണ്ട്. അത്തരത്തിൽ വിളിക്കുന്ന ആ സംഘികൾക്കെതിരെ ഒരു നടപടിയും നമ്മുടെ രാജ്യത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. മലപ്പുറത്തിൻ്റെ മതസൗഹാർദ്ദം അത് എപ്പോഴും നാം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം, സംഘികൾ പലപ്പോഴായി കടന്നാക്രമിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. കാരണം നമുക്കെല്ലാവർക്കും വ്യക്തമാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾ താമസിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. അതിനാൽ തന്നെ അതിൽ വിരളി പൂണ്ട സംഘപരിവാർ ഇസ്ലാമിക വിരുദ്ധർ പലപ്പോഴായി മലപ്പുറത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പല പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് വർഗീയതയും വിദ്വേഷങ്ങളൊക്കെ പറഞ്ഞു വരുത്താറുണ്ട്. ആ മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്നുമാണ് ഇന്ത്യയുടെ ആ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മനോഹരമായ വാക്കുകൾ കൂട്ടിച്ചേർത്തുള്ള ഈ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കാൻ സാധിച്ചത്. നോക്കൂ, പലപ്പോഴും ഇത്തരം സംഘപരിവാർ വർഗീയവാദികൾ അവിടെ പലതരത്തിലുള്ള വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെയെല്ലാം തച്ചു തകർത്തുകൊണ്ടുള്ള മനോഹരമായ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശങ്ങളാണ് മലപ്പുറത്തെ നാട്ടുകാർ അവർ തിരിച്ച് കാഴ്ചവെക്കാറുള്ളത്. അവിടെ ഹൈന്ദവരും ക്രൈസ്തവരും മുസൽമാനുമെല്ലാം സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഈ മതസൗഹാർദ്ദത്തെയും സ്നേഹത്തെയുമാണ് വർഗീയവാദികൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അത് അവരുടെ വ്യാമോഹം മാത്രമാണ്.